നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ വൃക്ഷപരിചയം വീഡിയോയിൽ കാണുന്നത് നമ്മുടെ നാട്ടിലേക്ക് സാധാരണമായിട്ട് കാണുന്നൊരു മരമാണ്. ഇതിപ്പോൾ ചെയ്യണമെന്ന് കരുതിയതല്ല കേട്ടോ. എറണാകുളം പോയിട്ട് തിരികെ വരുമ്പോൾ വളരെ യാദൃശ്ചികമായിട്ട് പോഞ്ഞാശ്ശേരി ചിത്രപ്പുഴ റോട്ടിൽ മങ്കുഴി പാലത്തിനടുത്താണ് ഈ മുള്ളുവേങ്ങ നിൽക്കുന്നത് കണ്ണിൽപ്പെട്ടത്. എന്തായാലും ചെറിയൊരു വീഡിയോ ആക്കിയേക്കാമെന്ന് കരുതി. ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇത്ര കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഒപ്പം വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാൻ മടിക്കണ്ട. ഓക്കെ, പോകാം ഡീറ്റെയിൽസിലേക്ക്. യുഫോർബിയേസി എന്ന സസ്യകുടുംബത്തിൽപ്പെട്ട മുള്ളുവേങ്ങയ്ക്ക് ഇംഗ്ലീഷിലുള്ള പേര് സ്പൈനസ് കൈനോട്രി എന്നും കോർക്ക്വുഡ് എന്നൊക്കെ പറയുന്നുണ്ട്. സംസ്കൃതത്തിലുണ്ട് മഹാവീര, ഏകവീര എന്ന്. മലയാളത്തിൽ ഒന്ന് രണ്ട് പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. മുള്ളുവേങ്ങ കൂടാതെ മുള്ളങ്കൈനി എന്ന് പറയുന്നുണ്ട്, മുക്കൈനി എന്ന് പറയുന്നുണ്ട്, അസുവമരം എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്, അസുവമരം. അതൊരു നമ്മുടെ നാട്ടിലൊന്നും പ്രചാരത്തിലില്ല പേര്. ഈ കാട്ടിലും നാട്ടിലും ഒരേപോലെ കാണുന്ന മുള്ളുള്ള ഒരു തരം വൃക്ഷമാണിത്. ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, മ്യാൻമാർ, നേപ്പാൾ, ഭൂട്ടാൻ, ചൈന, വിയറ്റ്നാം, കംബോഡിയ, സുമാത്ര, മലേഷ്യ എന്നിവിടങ്ങളിലൊക്കെ തന്നെ കാണുന്നൊരു വൻ മരമാണിത്. കാടുകളിൽ ഏതാണ്ട് 1200 മീറ്റർ വരെ ഉയരമുള്ള അർദ്ധ നിത്യഹരിത വനങ്ങളിലെ പുഴയോരങ്ങളിൽ, അതായത് വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇലച്ചാർത്തോടുകൂടി ഇല പൊഴിയുന്നൊരു ക്യാരക്ടർ ഉണ്ട് അതിന്. എന്നാലും ഒന്നിച്ച് ഇല പൊഴിക്കുന്നൊരു സ്വഭാവമുള്ള മരമല്ല അത്. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ശാഖയിലും തായ്തടിയിലുമാണ് മുള്ളുകൾ കൂടുതലുള്ളത്. ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാം, ഇമേജിൽ കാണാം, വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. ചെറിയ തോതിലുള്ള വരൾച്ചയും അതിശൈത്യവുമൊക്കെ സഹിക്കാനുള്ള കെൽപ്പ് ഈ മരത്തിനുണ്ട്. ജലാശയങ്ങളുടെ കരികിൽ നന്നായി വളരുന്ന മുള്ളുവേങ്ങയ്ക്ക് ജലം ശുദ്ധീകരിക്കാനുള്ളൊരു കഴിവ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിരിക്കലും ഈ കിണറുകളുടെയൊക്കെ അരികിൽ ഇത് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൂക്കൾ ധാരാളമായിട്ട് കൊഴിഞ്ഞിട്ട് വെള്ളത്തിലേക്ക് വീഴാനിടയുണ്ട്. അപ്പോൾ കിണറുകളൊക്കെ വലയിട്ട് മൂടി സംരക്ഷിക്കേണ്ട ഒരു ആവശ്യം വന്നു ചേരാറുണ്ട്. മുള്ളുവേങ്ങയുടെ ശാസ്ത്രനാമം അല്പം ഉച്ചരിക്കാനൊക്കെ അല്പം കടുകട്ടിയാണ് കേട്ടോ. ബ്രൈഡീലിയ റെറ്റ്യൂസ, ബ്രൈഡീലിയ സ്കോമോസ, ക്ലൂഷ്യ റെറ്റ്യൂസ, അങ്ങനെ 3 തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ശാസ്ത്രനാമങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ അറിയുന്ന പ്രേക്ഷകർ, ഇത് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒന്ന് കമൻറ്റിൽ എഴുതും കേട്ടോ. ശാസ്ത്രനാമങ്ങൾ എങ്ങനെയാണിത് വേർതിരിക്കപ്പെട്ടിരിക്കുന്നതെന്നും എന്തടിസ്ഥാനത്തിലാണ് ഇത് ഇങ്ങനെ പേര് നാമകരണം ചെയ്യുന്നതെന്നൊക്കെ അതിനെക്കുറിച്ചുള്ള. മുള്ളുവേങ്ങയുടെ കാതൽ കാണുമ്പോൾ നാടൻ തേക്കിൻ്റെ കാതലാണോ എന്ന് നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാനിടയുണ്ട്. കട്ട് ചെയ്ത് ഉടനെ എടുത്ത ചിത്രമായിരിക്കാനാണ് സാധ്യത. അതുകൊണ്ടാണ് ഇത്രയും കറുപ്പ് രാശി തോന്നുന്നത്. ഉരുപ്പടികൾ ഇറക്കുമ്പോൾ പൊട്ട് സംഭവിക്കാൻ ഏറെ സാധ്യതയുണ്ട് മുള്ളുവേങ്ങയുടെ തടിക്ക്. ഫർണിച്ചർ ആവശ്യങ്ങൾക്ക് മുള്ളുവേങ്ങ പ്രയോജനപ്പെടുത്താവുന്നതാണ്. കാതലിനാണെങ്കിലും അത്രയ്ക്ക് വലിയ കാഠിന്യമൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഉളി കുത്തിയുള്ള പണിക്ക് നല്ല എളുപ്പമാണ് ഈ ഒരു തടിയിൽ. മുള്ളുവേങ്ങയുടെ പൂക്കാലം ആരംഭിക്കുന്നത് നല്ല മഴയുള്ള അവസരത്തിലാണ്. അതിൻ്റെ മുള്ളുവേങ്ങയുടെ കായുടെ ഇമേജ് കണ്ടില്ലേ നിങ്ങൾ? ഏതാണ്ട് നവംബർ മാസമൊക്കെ ആകുമ്പോൾ നന്നായിട്ട് വിളയുന്ന ഫലത്തിൻ്റെ വിത്ത് വിതരണം നടത്തുന്നത് പക്ഷികളാണ്. നീർവാർച്ചയുള്ള മണ്ണിൽ വീഴുന്ന വിത്തുകൾ അങ്ങനെ ധാരാളമായിട്ടൊന്നും മുളയ്ക്കാറില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവിക പുനരുത്ഭവം കുറവാണ്. തൈകൾക്ക് നല്ല തണലും ആവശ്യമാണ്. മുള്ളുവേങ്ങയുടെ തൊലിക്ക് മുന്നിട്ടോ പ്രത്യേകത, അതിന് ഔഷധ ഗുണമുണ്ട്. ഇതിൻ്റെ പട്ട വാതരോഗത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയും മൂത്രാശയ രോഗ ചികിത്സയ്ക്ക് വേണ്ടിയും ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ മുള്ളുവേങ്ങയെക്കുറിച്ചുള്ള സാമാന്യമായിട്ട് പറയുന്ന വിവരങ്ങൾ ഇതൊക്കെയാണ്. ഇതിൽ കൂടുതൽ അറിയുന്നവർ നിങ്ങളുടെ അറിവുകൾ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മടിക്കണ്ട. ഒരു വിവരമായിട്ട് പബ്ലിക് സ്പേസിൽ എല്ലാവർക്കും പ്രയോജനപ്പെടുന്നൊരു വിവരമായിട്ട് അത് കിടന്നോട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ തീർച്ചയായിട്ടും കാണും. അതുവരേക്കും ഒരിക്കൽ കൂടി നമസ്കാരം.